ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സുജിത കല്യാണി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മനുഷ്യന്മാരെ വിലയിരുത്തുന്നത് പല തരത്തിലാണല്ലേ. അവരുടെ വസ്ത്രധാരണത്തിലൂടെ, അവരുടെ സംസാരത്തിലൂടെ, അവരുടെ ഭാവത്തിലൂടെ, അവരുടെ നോട്ടത്തിലൂടെ, അങ്ങനെയൊക്കെ നമ്മൾ പല വ്യക്തികളെയും മനസ്സിലാക്കാറുണ്ട്. അതുപോലെയുള്ള ഭാവവ്യത്യാസങ്ങളിലൂടെ മലയാളികൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് രേണുസുതി. രേണുസുതിയുടെ പല പെരുമാറ്റങ്ങളിലൂടെയും നമ്മൾ രേണുസുതിയെ വെറുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളവരാണ്. രേണുസുതിയുടെ പെരുമാറ്റം അങ്ങനെ ആയിരുന്നു പല സാഹചര്യത്തിലും. പിന്നെ ഏറ്റവും അധികം നെഗറ്റീവ് കേട്ടിട്ടുള്ള ഒരാൾ, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേട്ടിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് രേണുസുതിയാണെന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ശരിക്കും സ്ത്രീ എന്ന നിലയിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. രേണുസുതിയെ അക്ബർ എന്ന് പറയുന്ന സഹമത്സരാർത്ഥി സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു. ആ വിളിച്ച സമയത്തുണ്ടായതിനേക്കാൾ രേണുസുതി മാറിയിരുന്ന് ആത്മഗതം നടത്തിയപ്പോഴും മറ്റ് ഒരാളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും തോന്നിയ വിഷമം അത് വളരെയധികം കൂടുതലായിരുന്നു കേട്ടോ. എന്തു തന്നെ ആയാലും ഒരു സ്ത്രീയെ ഒരിക്കലും അത്തരത്തിലൊരു പദപ്രയോഗം കൊണ്ട് അപമാനിക്കാൻ പാടില്ലായിരുന്നു. രേണുസുതി പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഒരു വിധവ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉപേക്ഷിച്ചവൾ, ഡിവോഴ്സ് നടന്നവൾ, ഒരു സിംഗിൾ മദർ, ഇവരൊക്കെ സമൂഹത്തിൽ അനുഭവിക്കുന്ന പീഡനം അത് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും പല രീതിയിലാണ്. അതിനെക്കുറിച്ച് രേണുസുതി സംസാരിച്ചത് വളരെ സത്യമായ കാര്യമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പണ്ട് കാലത്ത് മാറിയും തിരിഞ്ഞും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതായത് പണ്ട് ചായക്കടകളിൽ ഇരുന്ന് നടന്നു പോകുന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലിരുന്ന് അമ്മാവന്മാർ എന്ന് പറയുന്നില്ല, അല്ലാത്തവരും എല്ലാവരും പറയുന്നുണ്ട്. അതിന് രേണുസുതിയെ കുറിച്ച് പറയാനായിട്ടുള്ള രേണുസുതി വരുത്തി എന്നുള്ളത് സത്യമാണെങ്കിലും രേണുസുതിയെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം കുറച്ച് ഓവറായി പോയി എന്ന് പറയാതെ വയ്യ. അപ്പോൾ അക്ബർ അതിന് മാപ്പ് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഞാൻ അങ്ങനെയല്ല പറയാൻ ശ്രമിച്ചത്, ഞാൻ വേറൊരു രീതിയിലാണ് പറയാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞ് അക്ബർ മാപ്പ് പറഞ്ഞു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ പറഞ്ഞത് സത്യസന്ധമായിരുന്നില്ല. അക്ബറിന്റെ വായിൽ നിന്ന് അത്തരം ഒരു വാക്ക് വീണതിൽ രേണുസുതിക്കുണ്ടായ വിഷമം, രേണുസുതി അത് പുറത്തേക്ക് വിടുന്നത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു ചിന്ത, ഇതൊക്കെ കൊണ്ട് അക്ബർ മാപ്പ് പറഞ്ഞു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞതിൽ അക്ബറിന് തെല്ലും ഖേദമില്ല. കാര്യം അങ്ങനെ ഖേദമുണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു മോശം പദപ്രയോഗം നടത്തി അക്ബർ രേണുസുതിയെ വേദനിപ്പിക്കില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമർശനം നല്ലതാണ്, പക്ഷേ ഒരു പരിധി കടക്കരുത്. എല്ലാ മനുഷ്യരിലും തെറ്റുകുറ്റങ്ങളുണ്ട്, എല്ലാ മനുഷ്യരിലും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നിമിഷം ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മളെക്കുറിച്ചും കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. നന്ദി.